Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, all. ഇന്ന് prayer ആരാണ്? നാദിയ. ഞാൻ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴും. ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി നാഥാ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നാദിയ. താങ്ക് യു. Good afternoon, everyone. I am Vijita. Welcomes you with a short moral story. A tiny ant carried a huge leaf, while a grasshopper watched and laughed, saying, "Why work so hard when winter ഒരു came?" മിനിറ്റ് എടാ, ആരോ ഒരാൾ മ്യൂട്ട് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയാമോ? എനിക്ക് എക്കോ കേൾക്കും. ാക്കിട്ടുണ്ടാ പറഞ്ഞോട്ടാ. ആദ്യം മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്തു. Okay. Good afternoon, everyone. I am Vijita. Welcomes you with a short moral story. A tiny ant carried a huge leaf, while a grasshopper watched and laughed, saying, "Why work so hard?" When winter came, the ant had food, but the grasshopper had none. Moral of the story: hard work always pays off, even when it seems unnecessary. Okay, thank you. ഓക്കെ, മോറൽ എന്താണ് സ്റ്റോറിയുടെ? എല്ലാവർക്കും മനസ്സിലായത്? കഠിനാധ്വാനം എപ്പോ വേണമെങ്കിലും ആവശ്യമില്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ അതിന്റെ ഫലം കിട്ടുന്നു. നമ്മൾ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലൊക്കെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടില്ല, നമുക്ക് ഭാവിയില് ജോലി കാര്യത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ 8th ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയോ? ചൈൽഡ് വെൽഫെയർ കംപ്ലീറ്റ് ആക്കിയോ? തോട്ട്സ് ഉണ്ട്. ഓക്കെ, തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞോ. ജസ്ലിയ. Yes. Good afternoon, everyone. I am Jaslia. Education is not facts, but the training of the mind to think. വിദ്യാഭ്യാസം എന്നത് വസ്തുതകൾ പഠിക്കലല്ല, മറിച്ച് ചിന്തിക്കാനുള്ള മനസ്സിന്റെ പരിശീലനമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തില്ലേ? കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നോ? ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഒന്നല്ല 2. ഞങ്ങൾക്ക് 2 ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു മിസ്. എന്തായിരുന്നു 2 ആക്ടിവിറ്റീസ്? ഒന്ന് ബട്ടണിങ് ഫ്രെയിം ഉണ്ടാക്കലും, രണ്ടാമത്തത് കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിന്റെ പേരുകൾ. അതായത് ഇൻ പ്രഗ്നൻസി ടൈം മുതൽ അവരുടെ എത്ര വാക്സിൻ ആണോ ഉള്ളത് അത്ര വാക്സിൻ.
ഓക്കെ 16 ഇയേഴ്സ് വരെയുള്ളത്. ബട്ടണിംഗ് ഫ്രെയിംസ് ഓക്കെ 15 ഇയേഴ്സ് വരെയുള്ള എനിക്ക് മനസ്സിലായി. ഞാൻ ആക്ടിവിറ്റി തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ റിലേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ് നമ്മള് വാക്സിൻസിന്റെ. നെക്സ്റ്റ് ബട്ടണിംഗ് ഫ്രെയിം ആണ്. സോ ആദ്യം ബട്ടണിംഗ് ഫ്രെയിംസ് ആരൊക്കെ പ്രിഫർ ചെയ്തിട്ടുണ്ട്? ഞാൻ മിസ് എല്ലാരും ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് മിസ്. ഒന്ന് മെസ്സേജ് അയച്ചു, എല്ലാവരും ഓർഡറിലൊന്ന് മെസ്സേജ് അയക്കോ? പെട്ടെന്ന് കാണിക്കണം. ഞാൻ അല്ല പേര് ഓക്കെ, ഞാനൊന്ന് മെസ്സേജ് അയക്കില്ല, പേര് വിളിക്കണ്ടേ? ഓക്കെ ഓക്കെ, ആരാണ്? ഹഫീസ. Yes, Miss. മോൻ പ്രസന്റ് ചെയ്തു. ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് 1 മിനിറ്റ്. ഓക്കെ, ചാറ്റ് ബോർഡ് ആണ്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. വേറെ ബട്ടണിംഗ് ഫ്രെയിം മാത്രമേ ചെയ്തോളൂ അല്ലേ? അത് മാത്രമേ ചെയ്തുള്ളൂ. ഓക്കെ ഓക്കെ. അടുത്തത് ആരാണ്? ദിവ്യ ദീപു. ദിവ്യ 1 മിനിറ്റ്. ദിവ്യ ഓക്കേടാ. ഓക്കേടാ. നെക്സ്റ്റ് ഫർസാന. ഫർസാന നിങ്ങൾ മെസ്സേജ് അയച്ചാലാണ് പിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാണുന്നുണ്ടോ മിസ്സേ? ഓക്കേടാ. ഓക്കെ, സെറ്റൽ. ഒന്ന് കാണിച്ചേടാ. അത് ഓക്കെ ഓക്കെ. ബട്ടൺസ് തുറക്കാൻ പറ്റുമോ? അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. അങ്ങനെ നോക്കണം കേട്ടോ നിങ്ങള്. ജാസ്ല പ്രൊണൗൺസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ പറയണോട്ടാ. ജസ്ലി അല്ലേ? ജസ്ലി. ഓക്കേടാ. കാണുന്നുണ്ടോ മിസ്? ഒന്നും കാണുന്നില്ല. കാണുന്നില്ല. ഇല്ല. ഫുൾ നേക്കഡ് ആണല്ലോ ഇത്. സോറി, ഞാൻ 1 മിനിറ്റ് കേട്ടോ. ഞാനേ ട്യൂഷൻ എടുത്തപ്പോ അത് ഇഫക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് കേട്ടോ. അടുത്ത ആൾതാക്കാം, അതുകൊണ്ടാ കാണാത്ത. ഓക്കെ. ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ ഉണ്ട്. ചില്ലു ചില്ലു ചില്ലു. ബാക്കി എല്ലാവരും മ്യൂട്ടേ. ചില്ലു ഓക്കെ. ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓൺ ചെയ്യാൻ പറ്റും മിസ്സേ. സ്ലൈറ്റിലാ ചെയ്തേ. സ്ലൈറ്റില് സ്ലൈറ്റിന്റെ പഴയ ബോർഡ് വെച്ചിട്ട്. ഓക്കേടാ. അമൃത. അമൃത ഇല്ല മിസ്സേ, ഒരു മിനിറ്റ്. ഓക്കെ. കാണാമോ മിസ്സേ? കാണാം. അമ്മ തയ്യലുള്ളതുകൊണ്ട് അമ്മ അടിച്ചിരുന്നു മുകളിലും താഴെ. പിന്നെ അതായിട്ട് ചെയ്തിട്ടുണ്ട് വാക്സിന്റെ. നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് പ്രസന്റ് ചെയ്യേണ്ടത് ഓരോരുത്തരും. നമ്മുടെ കാര്യം ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എന്തോ ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടെ. കാണിച്ചോ? 1 മിനിറ്റ് പിൻ ചെയ്യട്ടെ, എല്ലാവർക്കും നല്ല കാണാൻ പറ്റുള്ളൂ. ഓക്കേടാ. നെക്സ്റ്റ് ആരാണ്? ദിവ്യ. നെക്സ്റ്റ് ദിവ്യ. ദിവ്യ സിനോജ്. ഇല്ല. ഓക്കെ. വിനീത. വിനീത. വിനീത കാണിക്കുന്നുണ്ട്. ഓക്കെ, 1 മിനിറ്റ് വിനീത. ഓക്കെ, ഇത് സ്ലൈറ്റ് ആണോ?
സ്ലൈറ്റ് അല്ല, ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഫ്രെയിം ഉണ്ടാക്കിയതാ. ഓക്കെ, ഓപ്പൺ ചെയ്യാനൊക്കെ കുഴപ്പമില്ലല്ലോ? ഇല്ല ഓപ്പൺ ഒക്കെ ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്യണ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം കേട്ടോ. കാരണം കുട്ടികൾക്ക് നമ്മള് കൊടുക്കുമ്പോ അവര് എപ്പോഴെപ്പോഴും ഇത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കും. പെട്ടെന്ന് അതുകൊണ്ടാണ് അവർ വുഡൻ ആയിട്ടുള്ള ഫ്രെയിമുകൾ യൂസ് ചെയ്യുന്നത്, കംപ്ലൈന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട്. ആൻമരിയ കാണുന്നുണ്ടോ ഞാൻ ഇങ്ങനെ ചെയ്തേ? അങ്ങനെ എന്നിട്ട് അതിന്റെ അകത്ത് ബോക്സ് വെച്ചിട്ട് തുറക്കാൻ പറ്റുന്ന പോലെ. ഓക്കെ, ഇപ്പൊ ഇത് ഡ്രസ് അല്ലേടാ, ബട്ട് ഫ്രെയിം ആവില്ല. സോ ഇതൊന്നും കണ്ടില്ലേ വേറെ പിള്ളേരെ പോലെ അതേപോലെ നടക്കാൻ പറ്റുമോ? കുഞ്ഞു ഡ്രസ് വേണ്ട, പഴയ ആരെങ്കിലും ഷർട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അത് കട്ട് ചെയ്ത് കൈയൊക്കെ കട്ട് ചെയ്ത് ഫ്രെയിം പോലെ ആക്കണം കേട്ടോ. ബട്ട് ഫ്രെയിം എന്നല്ലേ ഇത് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ചെയ്തു മിസ്. ചെയ്തല്ലേ? പിന്നെ ഞാനൊന്ന് മെസ്സേജ് ചെയ്യണം. സജിത ഓക്കേടാ. ഇങ്ങനെയാക്കിയേക്കണം. ഇവിടെ കാർഡ്ബോർഡ് വെച്ച് ഇതാക്കിയിട്ട് ഓക്കെ, അത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാക്കി. ഇങ്ങനെ. പക്ഷെ അത് നമുക്ക് ഒരു ഫ്രെയിം പോലെ അങ്ങോട്ട് തോന്നില്ല അല്ലെ? ഇത് കാർഡ്ബോർഡ് വെച്ചിട്ട് ഇവിടെ സൈഡിൽ വെച്ച് ഒട്ടിച്ചിട്ട് ആക്കിയേക്കാണ്. ആണല്ലേ? മുകളിലും താഴെയും കൂടെ കാർഡ്ബോർഡ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് എടുക്കാനും ക്യാരി ചെയ്യാനൊക്കെ കുഴപ്പമില്ലാത്ത പോലെയാണ്. അല്ലാതെ നമുക്ക് മടക്കി ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഇങ്ങനെ കൊണ്ടുപോകാൻ എളുപ്പം. ഓക്കേടാ. സൗമ്യ ഓക്കെ. നിഷ ആരാണ്? നിഷ. ഓക്കെ, നിഷ. ഓക്കെ, ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റുമല്ലോ? ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കേടാ, നല്ലതാണ് കേട്ടോ. ഷിനി ചെയ്യട്ടോ. ഓക്കെ, ടെസ്റ്റ് ഫസ്റ്റ് ആണ്. ഞാൻ ചെയ്തു മിസ്സേ. ഓക്കെ, അഞ്ജന ബിജിത. ഓക്കെ, നമ്മളിത് ബിജിത. ആതിര. ഓക്കേടാ, പ്രസന്റ് ചെയ്തോട്ടെ. കൺസോൾ എന്നിട്ട് പിൻ ചെയ്യട്ടെ. കാണാൻ പറ്റുന്നില്ല. ഇത് ക്യാമറ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, എന്നെ പിൻ ചെയ്യോ? ഓക്കേടാ. ബിജിത. ഓക്കെ, ബിജിത പ്രസന്റ് ചെയ്തോട്ടാടാ. ആതിരയുടെ കാണാൻ പറ്റുന്നില്ല. അല്ല, മോന് ചാൻസ് ഉണ്ട്. ഓക്കെ, ആതിരയുടെയും കാണാം, ബിജിതയുടെയും കാണാം. അത് ഓപ്പൺ ചെയ്യാലോ രണ്ടുപേരുടെയും അല്ലെ? തോന്നുന്നുണ്ട് കേട്ടോ ആതിര. ഫ്രെയിമിന് കനം കുറവാന്ന് തോന്നുന്നുണ്ട്. കനം കുറവാണ്. അത്യാവശ്യം ബോർഡർ നല്ല കനമുള്ള കാർഡ്ബോർഡോ ഓർ വുഡൻ ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇതായിരിക്കും, കംഫർട്ട് ആയിരിക്കും ക്യാരി ചെയ്യാനും. അതേപോലെ ചീത്തയായി പോകാതിരിക്കാൻ സൂക്ഷിക്കാം. ഓക്കെ, നല്ലതാണ് ബിജിത. ഓക്കേടാ, നല്ലതാണ്. എനിക്ക് തോന്നുന്നു കോളറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഫ്രെയിം ഷർട്ട് എന്നുള്ള രൂപത്തിലല്ലാതെ ഫ്രെയിം എന്ന രൂപത്തിലാക്കിയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും. ശ്രുതി. ശ്രുതി
ഒരു മിനിറ്റ് മാം. വേണ്ടേ? ഇത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അതാണ് നാദിയ. ഓ, നാദിയ ചെയ്ത് കഴിഞ്ഞിട്ടില്ലാന്ന്. ഓക്കെ ഓക്കെ കഴിഞ്ഞിട്ടില്ല. ഓക്കേടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്താൽ മതിയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ ബട്ടറിംഗ് ഫ്രെയിം കഴിഞ്ഞല്ലോ. അപ്പൊ നെക്സ്റ്റ് വീക്ക് ഏത് ഫ്രെയിമാ വേണ്ടത്? പ്രസ് ബട്ടൺ മതി. സിബിന്റെ മതി. സിബ് മതി മാം. സിബ് മതി. പ്രസ് ബട്ടൺ മതി. ഞാനൊരു എളുപ്പം തരാം. പ്രസ് ബട്ടണും സിബും ലേസും കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്താലോ? വേണ്ട. മിസ്സേ അവനവന്റെ കയ്യിലുള്ളത് ഏതാന്ന് വെച്ചാ ചെയ്തിട്ട് വരാൻ പറ മിസ്സേ. എന്താ അത്? ഹലോ, എന്റെ ഞാൻ ഉണ്ടാക്കിയതാണത്. ഓക്കെ, മോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല അപ്പൊ? അല്ല, ഞാനപ്പൊ ഉണ്ടായിരുന്നില്ല. ഓക്കെയാണ്, കുഴപ്പമില്ല. നല്ലതാ. ഇത് കാർഡ്ബോർഡും കൊണ്ട് തന്നെയാണ്, പക്ഷെ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ആക്കി വെച്ചാണെന്ന് മാത്രം. സ്റ്റിച്ച് ചെയ്തിട്ടേ. ഓക്കേടാ, സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്യാൻ അറിയും. ഓക്കെ. ഇത് ടീച്ചർ ഉൾഭാഗം. ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? വാങ്ങാനായിട്ട് പൈസ നോക്കിയാ 599 രൂപ. ഓക്കെ, ഇതിന്റെ ഒരു മെറ്റീരിയൽസ് ഫ്രെയിംസ് എല്ലാവരും കൂടി വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, കംഫർട്ടബിൾ ആണ്, വാങ്ങിക്കാൻ അല്ല, ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്ത ബുദ്ധിമുട്ടാവും. മിസ്സേ ഞാനൊന്ന് കാണിച്ചു തന്നോട്ടെ. ദിവ്യ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് കാണിച്ചു തരാം. അതിന് എമൗണ്ട് വന്നത് 829 rupees ആണ്. ക്വാളിറ്റി ഉള്ളതിനനുസരിച്ചിട്ടും അല്ല, മീൻസ് നമ്മൾ ഒരു ആശാരിനെ കാണിക്കണമെങ്കിൽ ഒരു ചെറിയ 4 പീസ് കൊണ്ട് ഇങ്ങനെ ആക്കി റെഡിയാക്കാൻ പറ്റുമല്ലോ. അവരുടെ അടുത്ത് വേസ്റ്റ് ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ടാവും. ചെറിയ പൈസ കൊടുത്താലും മതി. ആവത്തില്ല. മറ്റേ നമ്മളെ കട്ടളയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ലോലായിട്ടുള്ള അഴുക്ക് ഇതൊക്കെ എടുത്തില്ലേ, അതവർ സെറ്റ് ചെയ്ത്. മിസ്സേ ഇതാ ഞാൻ മേടിച്ചത്. ഒരു ബാഗ് പോലെയാണ്. ഓക്കേടാ. ഇത് കണ്ടോ? 1 2 3 4 1 2 3 4 ഉണ്ട്. ABCD മുതൽ Z വരെ ഉണ്ട്. ഇതിനൊരു ബട്ടൺ ആണ് തുറക്കുന്നത്. ഇത് തുറന്ന ആദ്യത്തെ ഷൂ ലേസ്, പിന്നെ ബട്ടൺ ഇതും കൊണ്ട് ഇടാൻ പറ്റും. ഇങ്ങനെ അഴിക്കുക, ഇടാം. പിന്നെ ഈ മറ്റേ സിബ് ഉണ്ട്, ഇങ്ങനെ എലാസ്റ്റിക് ഉണ്ടല്ലോ ഇങ്ങനെ വലിക്കുന്നത്. പിന്നെ ഓരോന്നും ഉള്ളത്. പിന്നെ ബാഗിന്റെ ഇങ്ങനെ ആ ബട്ടൺസ് പ്രസ് ചെയ്യുന്നതുണ്ട്. പിന്നെ സിബ് ഓരോന്നുണ്ട് ഇതില്. ഇത് പുറത്തെടുക്കാൻ പറ്റുന്നതാണോ അതോ അതിൽ ഫിക്സ് ആയിട്ടുള്ളതാണോ? അതില് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. ഇതിന്റെ മെറ്റീരിയൽസ് ഒന്നും എനിക്കറിയില്ല, ഇതിന്റെ എന്താ മെറ്റീരിയൽസ് എന്നൊന്നും. ഓക്കെ എടാ, അത് നിങ്ങൾ പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട്. ഈ പറഞ്ഞ ബട്ടറിംഗ് ഫ്രെയിംസ് ഒക്കെ, ഇവിടെ കുറച്ചുള്ള ബട്ടറിംഗ് ഫ്രെയിംസ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ നിങ്ങളിവിടെ കണ്ടക്ട് ചെയ്യാറ്. സോ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു നല്ലൊരു അറിവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാരി ചെയ്തത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ മെറ്റീരിയൽസ് നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാലേ, ഞാൻ നാട്ടിലേക്ക് പോകുമ്പോ ഇതെല്ലാം കൊണ്ടുപോകുമ്പോ ഇത് ഡാമേജ് ആയി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വേറെ വാങ്ങിച്ചിട്ട് അതിനെ കാണിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടാ ചോദിച്ചത്. മോനിപ്പോ എവിടെയാണ്? ഞാനിപ്പോ മസ്കറ്റിനാ. പിന്നെ നാട്ടിൽ വന്നിട്ട് ചെയ്യണതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്തോ കൊണ്ടുപോകുമ്പോ അവിടെ എന്താ പറയാ തന്നെ ഉണ്ടല്ലോ ഓരോന്ന് ചെയ്തത് ഉണ്ട് കൊണ്ടുപോകാൻ. അപ്പൊ അത് കുറെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ? അതാ ഞാൻ ചോദിച്ചത്. ഒരു സംഭവം കാണിച്ചതാ, ബട്ടറിംഗ് ഫ്രെയിം കളറിംഗ് ബോക്സ് കാണിച്ചതോ? കാണിച്ചതെന്നൊക്കെ അറിഞ്ഞുകൂടാ.
അല്ലെങ്കിൽ പിങ്ക് ടവർ കാണിച്ചിടാം. പിങ്ക് ടവർ ഇത് നമ്മള് മോണ്ടിസോറിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ, ഒരു എന്താ പറയാ, മോണ്ടിസോറി മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഇത് നോക്കാനായിട്ട് പറ്റും. ഇത് വെച്ച് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. ടവർ ബിൽഡ് ചെയ്യാം, അതിന്റെ സൈസ് ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് ബിൽഡ് ചെയ്യുന്നൊരു മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നുവെച്ചാല് ഇത് ശരിക്കും പറഞ്ഞാൽ വുഡൻ ബോക്സ് ആണ്, ഫുൾ വുഡൻ ബോക്സ് ആണ്. മൊത്തം എന്താണ്, മരത്തിന്റെ ബോക്സ് ആണ്. ഓക്കെ, മരത്തിന്റെ വുഡൻ ബോക്സ് ആണ്. പക്ഷെ ഇത് നമുക്ക് എന്താ പറയുക, വുഡൻ ബോക്സ് അവൈലബിൾ അല്ലാത്ത ആൾക്കാർക്ക് ഇത് സ്വയം എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചാർട്ട് പേപ്പർ ഒക്കെ വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഓൺലൈനായിട്ട് വാങ്ങിച്ച പോലെ എനിക്ക് തോന്നുന്നില്ല. ഇത് വാങ്ങിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിന്റെ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റുമോ? അത് പ്രൈസ് ശരി. മോണ്ടിസോറി മെറ്റീരിയല് മോണ്ടിസോറി സ്കൂളിലാണ് ട്രെയിനിങ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വുഡൻ പിങ്ക് ടവർ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. തെർമാക്കോൾ വെച്ച് പറ്റില്ലേ? അത് ഓരോരുത്തരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് ചെയ്താൽ മതി കേട്ടോ. ഇത് ശരിക്കും എന്തിനു വേണ്ടിട്ടാണ്? ഡിഫറെന്റ് സൈസ്, അത് ഒരു സൈസിന്റെ മുകളിൽ വേറൊരു സൈസ് ഇങ്ങനെ വെച്ചിട്ട് അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? നമ്മളത് ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു പേഷ്യൻസ് ഓരോന്നും അത്ര കോൺസെൻട്രേഷനോട് കൂടി എടുത്ത ഒരു കുട്ടി ആ ഒരു ഏജിൽ ഇങ്ങനെ വെച്ച് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടാവുന്നത്. അപ്പൊ അത് വുഡൻ തന്നെ വേണം നിർബന്ധമുണ്ടോ ചോദിക്കാം? നമ്മുടെ മെറ്റീരിയല് വുഡൻ ആണ്. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുഡൻ ആയിട്ടുള്ള ഫ്യൂസ് ആണ്. ഓക്കെ, ഇത് വെച്ച് നിങ്ങളോട് ഇപ്പൊ ചിലപ്പോൾ ഇന്റർവ്യൂലൊക്കെ ചെയ്തിട്ടുമ്പോ നിങ്ങളോട് ചോദിക്കും, ജസ്റ്റ് എന്താണ് നിങ്ങൾ എന്ത് വെച്ചിട്ടാണ്, എന്ത് എക്യുപ്മെന്റ്സ്, എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് അവിടെ ക്ലാസ് എടുത്തതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് പറയാം. ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതേപോലത്തെ വുഡൻ ഫ്യൂസ് വെച്ചിട്ട് നമുക്കത് ബിൽഡ് ചെയ്യുന്ന രീതി നമുക്ക് പറഞ്ഞത് കുട്ടികളെ കൊണ്ടത് ഓരോന്നിനും ഓരോ രീതിയിൽ കേട്ടോ. ആ സിബൊക്കെ ആരാണ് പറഞ്ഞത്, സിബ് കൊടുക്കുന്നതിനും അതേപോലെ തന്നെ ബട്ടൺസ് ഓപ്പൺ ചെയ്യുന്നതിനൊക്കെ എത്ര ഫിംഗേഴ്സ് യൂസ് ചെയ്യണമെന്ന്, മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ ആകുമ്പോൾ അതെങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരും, ടീച്ചേഴ്സ് പറഞ്ഞുതരും. അപ്പോ അതങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനൊക്കെ ഓരോ രീതികൾ പറഞ്ഞു തരും കേട്ടോ. അതൊക്കെ പറഞ്ഞു തന്നു എന്നൊക്കെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഓൺലൈൻ ആണല്ലോ അപ്പൊ ഇത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു മറുപടി പറയണ്ടേ. അതിന് വേണ്ടിയിട്ടും നമ്മളുടെ ഒരു നമുക്ക് ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മോണ്ടിസോറിന്റെ സ്കൂളിൽ മാത്രല്ലേ ഇതൊക്കെ ചോദിക്കുള്ളൂ ഇങ്ങനെ? അത് മോണ്ടിസോറി 2 ടൈപ്പ് സ്കൂളുകൾ ഉണ്ട്. മോണ്ടിസോറി സ്കൂളിൽ പോകണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് ഓൾറെഡി അവിടെ അവൈലബിൾ ആണ്, നമുക്കത് ചെയ്യാൻ പറ്റും. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാര് അവരുടെ സിലബസ് ഫോളോ ചെയ്താൽ മതി എന്ന് പറയും. ചിലവർ പറയും നമ്മുടെ ടീച്ചിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ നമ്മള് ഏതൊരു സാഹചര്യത്തിലായാലും നമ്മളെ ക്ലാസ് എടുക്കാനായിട്ട് തയ്യാറായിരിക്കണം. നമ്മൾ ആ സമയത്ത് അവൈലബിൾ ആയിരിക്കണം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. പല രീതിക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല രീതിക്കാണ് എന്തുകൊടുക്കുന്നത് ട്രെയിനിങ്ങിന്റെ. അല്ലേ, നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് CBSE മോണ്ടിസോറി സ്കൂളുകളിൽ മാത്രമേ പറ്റുള്ളൂ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പറ്റില്ലേ? ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പറ്റും. സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കൂൾ എനിക്ക് അത്ര അറിഞ്ഞുകൂടാ. സ്പെഷ്യൽ സ്കൂളുകളിൽ പറ്റും. അൺഎയ്ഡഡ് ആയിട്ടുള്ള എല്ലാ സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം, CBSE, പിന്നെ അൺഎയ്ഡഡ് ആയിട്ടുള്ള എല്ലാ സ്കൂളിലും പറ്റുന്നാ പറഞ്ഞേ. അതെ, സ്പെഷ്യൽ സ്കൂളിൽ പറ്റും. അതാ ഞാൻ ചോദിച്ചത്. സ്പെഷ്യൽ സ്കൂൾ എന്താ പറയാത്തെ, അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ പറ്റും കേട്ടോ. നമ്മൾ പ്രാക്ടീസിലൊക്കെ പോകുമ്പോഴത്തേക്ക് കൂടുതലും നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളല്ലേ പ്രിഫർ ചെയ്യും, നമുക്ക് പോയി വരാൻ എളുപ്പത്തിന്. അതാ ഞാൻ ചോദിച്ചേ. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിനെ വേർതിരിച്ച് നിർത്തി പറഞ്ഞതല്ല, പോയി വരാനുള്ള എളുപ്പത്തിന്. നമ്മുടെ അടുത്ത് അവൈലബിൾ ആണെങ്കിൽ സ്പെഷ്യൽ സ്കൂളിൽ പോവാണെങ്കിൽ മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അവർ ഓൾറെഡി മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടൊക്കെ പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് തന്നെ ഒരു സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സ്പെഷ്യൽ സ്കൂൾ ഉണ്ട്. ചെറിയൊരു രീതിയിൽ പഞ്ചായത്ത് തലത്തിൽ ഉണ്ട്. അപ്പൊ അവിടെ ഈ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. കാരണം സാധാരണ സ്കൂളിൽ പോയി ടീച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യാനോ പഠിപ്പിച്ചു കൊടുക്കാനോ നമുക്ക് പറ്റണമെന്നില്ല. പക്ഷെ സ്പെഷ്യൽ സ്കൂളിലൊക്കെ ആവുമ്പോൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട് അവിടെ. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല കേട്ടോ.
ഓക്കെ എല്ലാവരും അപ്പോ മാം സ്പെഷ്യൽ സ്കൂളിൽ നമ്മളെ സ്വീകരിക്കും അവര്? ഞാൻ ഇതുവരെ പോയി ചോദിച്ചിട്ടില്ല. ഉണ്ട് ഇവിടെ തൊട്ടടുത്തുണ്ട്. മോള് പറഞ്ഞു നോക്കി ഞാൻ മോണ്ടിസോറി ഇത് ചേർന്നിട്ടുണ്ട് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ഓൺലൈനായിട്ടാണ് ഞങ്ങള്. അപ്പം ഞാൻ വന്ന് പഠിപ്പിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളാണോ, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്, എന്താ പ്രശ്നം അവിടെ? എല്ലാ ടൈപ്പ് കുട്ടികളും ഉണ്ടോ? എല്ലാ ടൈപ്പ് കുട്ടികളും ഉണ്ട്. IQ ലെവല് കുറഞ്ഞിട്ടുള്ള കുട്ടികളാണ് കൂടുതൽ. ഓക്കെ. അപ്പൊ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലത്തെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ടെർമോക്കോളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ പഠിപ്പിക്കുമ്പോ അവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞില്ലേ, IQ ലെവൽ കുറവുള്ള കുട്ടികൾക്കാണെങ്കിൽ ബട്ടൺസ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ബട്ടൺസ് ഇടാൻ അറിഞ്ഞുകൂടാ. അപ്പൊ ഇവർക്ക് ഈ ബട്ടൺസ് ഫ്രെയിം പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ കൊണ്ടുപോവാണെങ്കിൽ വുഡൻ ആണെങ്കിൽ കുറച്ചും കൂടി പ്രിഫറബിൾ ആണ്. കാരണം അവർക്കത് തുറക്കാനും അത് അടയ്ക്കാനും ഇടാനും അവരൊക്കെ പഠിക്കും. ലേസിന്റെ കാര്യത്തില ഷൂ ലേസ് കെട്ടാൻ പോലും ചില കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെ നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കണം. ഒരു ആക്ടിവിറ്റീസ് ഉടനാണെങ്കിൽ നമ്മളിപ്പോ തറയിലൊക്കെ വീണാലും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഇതായി പോകുന്നത് പേടിക്കണ്ടല്ലോ അല്ലേ? അതുകൊണ്ടാ നമുക്ക് ടീച്ചറെ ഈ PVC പൈപ്പ് പോലെ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള പൈപ്പ് ഒക്കെ കിട്ടുമല്ലോ, അതും നല്ല സ്ട്രോങ് ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റുമോ? സ്റ്റീലിന്റെ പോലത്തേക്ക് അതാകുമ്പോ അവർ അവിടെ നിന്ന് തന്നെ ഫ്രെയിം ആക്കി തരും. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താല് എന്നിട്ട് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റില്ലേ? സ്ട്രോങ് ആയിരിക്കണം എന്നല്ലേ ഉള്ളൂ ഈ ബോർഡ്, ഈ സംഭവം സ്ട്രോങ് ആയിരിക്കണം. അതിൽ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. PVC പൈപ്പ് സ്ക്വയർ പോലെയുള്ളതൊക്കെ ഉണ്ടോ? റൗണ്ട് PVC പൈപ്പ് മാത്രല്ല, പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയാ, ഉടന്റെ ഇത് കിട്ടാനായിട്ട് നമ്മൾ മറ്റുള്ള തടിക്കടയിൽ പോയിട്ട് അവർ സ്ക്വയർ ഒക്കെ വെട്ടി കട്ടളയുടെ ഒക്കെ വെട്ടി വെക്കുന്ന ഭാഗങ്ങൾ എടുത്തിട്ട് പെയിന്റ് അടിച്ചിട്ട് കളർഫുൾ ആക്കിയാ പോരെ? എന്തായാലും അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഏരിയയിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ രീതി നിങ്ങൾ ആക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ച് സ്ട്രോങ് ആയിരിക്കണം. ആയിട്ട് എന്നാ നല്ല ഭംഗിയായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യാനുള്ളത്. പൈസ മുടക്കുമ്പോ ഒരുപാട് നമുക്കതൊരു എഫേർട്ട് ഇടുന്ന കണക്ക് തോന്നൂല. ഇതാകുമ്പോ പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. ചെയ്യുന്നല്ലേ. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ തന്നെ അത് തോന്നുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അതൊക്കെ പ്രാക്ടിക്കൽ സെഷൻ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെയിൻ ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റാത്തത്. ഈ ഫ്രെയിംസ് വുഡനാണല്ലോ ഉള്ളത്. വുഡനാണ്, ശരിക്കും വുഡനായിട്ടുള്ള ഫ്രെയിംസ് ആണ്. അത് നമ്മൾ അടുത്തുള്ള ഏതോ ആശാര്യന്റെ അടുത്ത് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തത്. കാരണം ഇതിന്റെ പ്രൈസ് അത്യാവശ്യം കൂടുതലാണ്. ഇപ്പൊ ആരൊരാള് നമ്മൾ കാണിച്ചു തന്നില്ലേ വീഡിയോസ്, ഒരു ബട്ടറിംഗ് ഫ്രെയിമിന്റെ ഫുള്ള് സെഷൻ കാണിച്ചതില്ലേ, അത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് അത് കാണിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് ക്ലാസ്സിൽ കൊണ്ടുപോകുമ്പോൾ അതെല്ലാവരും കൂടി ഒരാൾ പെട്ടെന്ന് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രെയിമുകൾ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. ഓരോരുത്തരോടും ഓരോ ഫ്രെയിം വെച്ച് ചെയ്യാനായിട്ട് അതിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഒരാളുടെ കയ്യിൽ തന്നെയായിരിക്കും എല്ലാ പ്രോപ്പർട്ടിയും ഉണ്ടായിരിക്കുക. കാർട്ടൂൺ ബോക്സ് കൊണ്ട് ഉണ്ടാക്കുമ്പോ ജസ്റ്റ് പിടിച്ചിട്ട് അങ്ങനെ ഒടിഞ്ഞു പോണ പോലെയൊക്കെ തോന്നാം. എന്നിട്ട് 2 എണ്ണം വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് അതൊന്ന് കുറച്ചൊരു കട്ടിയായത്. അപ്പൊ ഇത് എന്തായാലും നമ്മൾ പിന്നീട് യൂസ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കണം പോലെ തന്നെയാണ്. അതെ, നമ്മളെ കണക്ക് കെയർഫുൾ ആയിട്ട് കുഞ്ഞുമക്കള് നോക്കത്തില്ലല്ലോ, അവർക്ക് അറിയില്ലല്ലോ. ഇതിന്റെ ഇത് അറിഞ്ഞൂടാ. അപ്പൊ മരമാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഞാൻ ഒരാൾ പറഞ്ഞ സ്ലേറ്റിന്റെ ഫ്രെയിം ആണ്. നമുക്ക് മുമ്പ് ഒരു സ്ലേറ്റ് കിട്ടുമായിരുന്നില്ലേ, കറുത്ത് മുമ്പ് ഒരു സ്ലേറ്റ് ഉണ്ട്, അത് തണുപ്പിന് കിട്ടുന്നില്ല. ഇപ്പൊ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ അല്ലേ? ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കിന്റെയാ, തടീന്റെതില്ല. ഞാൻ അത് ആലോചിച്ചു. കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിലും നമ്മള് കട്ട് ചെയ്തിട്ട് പുറകിൽ നൂല് വെച്ച് തുന്നി എടുത്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്രെയിം നല്ല സ്ട്രോങ് ആയാൽ മതി. അത് നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമായിരിക്കണം. പിന്നെ അതേപോലെ ഒറ്റ കളറിലുള്ളത്, കാരണം ഒത്തിരി ഇങ്ങനെ പൂക്കളൊക്കെ ഉള്ള പോലത്തെ ഷർട്ട് അല്ലാതെ ഒറ്റ കളറുള്ള ഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്കത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് കളറുകൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിലേക്ക് വരെയാണ്. നമ്മൾ എടുക്കാൻ പോകുന്ന യൂണിറ്റിന്റെ പേര് ഞാൻ പറയാണ്. യൂണിറ്റ് 7 ഹെൽത്ത് കെയർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ വേർഡ് എന്താണ്? ഇമ്മ്യൂണൈസേഷൻ. എന്താണ് ഇമ്മ്യൂണൈസേഷൻ? പ്രതിരോധ ശക്തി. എന്താണ്? പ്രതിരോധ ശക്തിയല്ലേ? ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി. ഓക്കെയാണ്. ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ കുത്തിവയ്പ്പ്.
അതെ, പ്രതിരോധ കുത്തിവെപ്പ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ഉള്ളത് അത് തന്നെയാണ്, ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടാണ്. അപ്പോ നമ്മൾ ഓരോ വാക്സിൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എന്താണ്, കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മുതലേ നമ്മൾ എന്തുകൊണ്ട് വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മിസ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മെസ്സേജ് അയക്കണം. മെസ്സേജ് അയക്കാല ആരാ പ്രസന്റ് ചെയ്യുന്ന ആദ്യം? പക്ഷെ ഇതൊന്നും ഈ വാക്സിന്റെ പേരുകളൊന്നും വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ക്ലാസ് എടുക്കാം, എന്നിട്ട് നിങ്ങൾ അത് ഇപ്പോഴത്തെ ഓർഡർ പറഞ്ഞാൽ മതി. ഫസ്റ്റത്തെ വാക്സിൻ നമ്മൾ പറയുന്നത് DPT വാക്സിൻ എന്നാണ്. എന്താണ് പറയുന്നത്? DPT. ഫുൾ ഫോം പറയുമ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓൾറെഡി ഞാൻ ഈ പോർഷൻ കവർ ചെയ്തത് കൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. സോ ഞാൻ ഓരോ അസുഖങ്ങളും നിങ്ങളോട് ചോദിക്കും, ആൻസർ പറഞ്ഞോളണം. ഓക്കെ, എന്താണ് ഡിഫ്തീരിയ? ഫസ്റ്റത്തെ അസുഖമാണ് ഡിഫ്തീരിയ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താണ് ഡിഫ്തീരിയ? വൈറ്റ് കളർ കോട്ടിങ് അഞ്ചാം പനിയല്ലേ? ത്രോട്ടില് വൈറ്റ് കളർ കോട്ടിങ് വരുന്നു. ആരുടെ അഞ്ചാം പനി എന്ന് പറഞ്ഞത്? ഞാൻ തന്നെ, മന്ദബുദ്ധി. ഡിഫ്തീരിയ എന്ന് പറഞ്ഞ ഒരു കഫ് പോലെ തന്നെയാണ്, അതൊരു ഡിസീസസ് ആണ്. കുറെ ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഇൻഫെക്ഷൻ വരുന്നതാണ്. ഇമേജ് അടക്കെടുത്ത് കാണിച്ചു തരുന്നു ഡിഫ്തീരിയയുടെ. എന്നിട്ട് ത്രോട്ടിൽ ഡിഫ്തീരിയ വരുന്ന അസുഖല്ലേ? ത്രോട്ടിൽ വരുന്നത് വെള്ളപ്പാട് പോലെ വരുന്നതാണ് ഡിപ്തീരിയ. ഓർമ്മയുണ്ടപ്പ? നമ്മുടെ തൊണ്ടയില് എന്താണ് നമുക്ക് ശ്വാസം കിട്ടാതൊക്കെ വരുന്ന അവസ്ഥയല്ലേ? ത്രോട്ടിൽ വരുന്ന വൈറ്റ് കളർ പാടിനെയാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഇതിനെ കില്ലർ ഡിസീസ് എന്നും പറയുന്നു. കുഞ്ഞു പിള്ളേർക്കാണ് കൂടുതൽ വരുന്നത്. ആരോ പോയി നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ നോട്ടെല്ലാം ഇല്ല, നോട്ട് എടുത്തിട്ടില്ല. ഓർത്ത് പറയണേണ്. അപ്പൊ ഗ്രേറ്റ് ആണ്. ഓക്കെ, വൈറ്റ് കളറിലൊരു പാട വന്നിട്ട് നമുക്കത് ശ്വസിക്കാനായിട്ട് പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരും. കുഞ്ഞു കുട്ടികൾക്കാണ് ഈ അസുഖം വരുന്നില്ല. എന്താണ് 2 to 5 years ഒക്കെ ഉള്ള കുട്ടികൾക്കാണ് വരുമ്പോ വരെയാണെങ്കിൽ അത് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിന് എന്താണ് കില്ലർ ഡിസീസ് എന്നും കൂടി ഒരു പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിൻ പൈപ്പിലാണ് ഈ അസുഖം കൂടുതലായിട്ട് അഫക്ട് ചെയ്ത. ട്രക്കിയ വിൻ പൈപ്പ് ആ ഒരു ഏരിയയാണ് അഫക്ട് ചെയ്യുന്നത്. ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇമേജ് വന്നോളാം, വൈറ്റ് കളറിലെ പാടയുടെ ഇമേജ് വരണം. ഞാൻ ഇതിനെ വെറുതെ ഇമേജ് എടുത്ത് കാണിച്ചത് ഓർത്ത് വെക്കാനല്ലേ? ഓക്കെ, എന്താണ് പെർtussis or whooping cough? Villain chuma. Okay. Whooping cough is also known as 100 days of cough or day of 100 days. അതൊക്കെ ഓർമ്മയുണ്ട്. Okay, cough of 100 days and 100 days അത് പറഞ്ഞു കേട്ടാറുണ്ട്. ഇത് കുട്ടികളിൽ വന്നു കഴിഞ്ഞാല് അത് കുറച്ച് റിസ്കി ആണ്, മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. പിന്നെന്താ നോൺ സ്റ്റോപ്പ് കഫ് ആയിരിക്കും. അപ്പോ അതിന് വാക്സിൻസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇനി വാക്സിൻസ് എടുക്കുമ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വാക്സിനെ കുറിച്ച് പറയാതെ ഏതൊക്കെ ടൈമിലാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഒരു അസുഖമാണ് ടെറ്റനസ് ഓർ ലോക്ക് ജോ. ടെറ്റനസ് അറിയോ? അത് മൃഗങ്ങളുടെ ചവിട്ടുമ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന ബാക്ടീരിയാസ് മൂലം ഉണ്ടാവുന്നേ. നമ്മളെ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി ബാക്ടീരിയ ശരീരത്തിൽ എൻറ്റർ ചെയ്യുന്നു. ഈ ജേംസ് നമ്മുടെ ശരീരത്തിൽ എൻട്രി ചെയ്യും, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുകയും ചെയ്യും. കഥയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കഥ എല്ലാവരും ഇൻസിഡന്റ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നടന്ന ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞില്ലേ? കാല് മുറിച്ചത് എന്റെ പിള്ളേരെ പുറത്തെങ്കിലും വെച്ചിട്ടുണ്ട്. നന്നായി. ഓക്കെ, അപ്പോ നമ്മള് ഈ ഒരു വാക്സിൻ ഈ 3 അസുഖങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മള് കൊടുക്കുന്ന ഒരു വാക്സിന്റെ പേരാണ് DPT. എന്താണ് പറയുന്നത്? DPT. ഓക്കെ, ആ വാക്സിനെ കുറിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല, DPT ഉണ്ടെന്ന് തോന്നുന്നു. ഫുൾ ഫോം മനസ്സിലായാലോ? ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ് വാക്സിൻ ആണ് DPT വാക്സിൻ എന്ന് പറയുന്നത്. ഈ 3 അസുഖത്തിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഒരു 3 അസുഖത്തിനും കൂടി ഒരുമിച്ചെടുക്കുന്ന ഒരു വാക്സിൻ ആണ് ഇത് DPT വാക്സിൻ എന്ന് പറയുന്നത്. നമ്മള് ഇത്
DPT ഷോട്ട് എന്ന് പറയും. ഈ വാക്സിൻ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡോസ് കൊടുക്കുന്നത് 6 ആഴ്ച ഉള്ളപ്പോഴാണ്. കുട്ടി ജനിച്ച് 6 ആഴ്ച ഉള്ളപ്പോഴാണ് ഫസ്റ്റ് DPT വാക്സിൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് 10th വീക്കിൽ കൊടുക്കും. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. 16 to 24 മാസം DPT ബൂസ്റ്റർ. ഫസ്റ്റ് ഡോസ് 6 വീക്സ്, സെക്കൻഡ് ഡോസ് 10 വീക്സില്, നെക്സ്റ്റ് 14 വീക്സില്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബൂസ്റ്റർ 16 to 24 മന്ത്സിലാണ്. പിന്നെ 5 to 6 years ആണ് ബൂസ്റ്റർ സെക്കൻഡ്. 4 അല്ലേ 5 to ആണോ? 5 to 6. ആദ്യം 16 മാസം തൊട്ട് 24 മാസം വരെ ഫസ്റ്റ് ബൂസ്റ്റർ. സെക്കൻഡ് ബൂസ്റ്റർ വരുന്നത് 5 to 6 years. 6 years. ഓക്കെ. പിന്നെ ലാസ്റ്റ് പിന്നെ കൊടുക്കുന്നത് പിന്നെ 10 വയസ്സിന്റെയും പിന്നെ 16 വയസ്സിന്റെയും. 10 വയസ്സിൽ കൊടുക്കുന്നത് TD, 16 വയസ്സിൽ കൊടുക്കുന്നത് TD. 5-6 വയസ്സ് വരെയാണ്. ഇത് ഓർഡറിൽ അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഈ നമ്മുടെ പോർഷനിലേക്ക് വരാൻ നമുക്ക് നോക്കാം ഇത് ഏതൊക്കെ ടൈമിലാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പല ഏരിയയിൽ ഇപ്പൊ കേരളത്തിലെ ആവട്ടെ പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാലും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വാക്സിൻസിന്റെ ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് ദീസ് 3 ഡിസീസ്. ഈ മൂലം പറഞ്ഞ 3 അസുഖത്തിനും എതിരെയുള്ള എന്താണ് വാക്സിൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ ഇസ് ഗിവൺ ഇൻ 1 കണക്റ്റഡ് ഷോട്ട്. ഒറ്റ ഒരു ഷോട്ട് കൊണ്ടാണ് കൊടുക്കുന്നത്. DPT ഷോട്ട് എന്നാണ് അതിന് പറയുന്നത്. The first is given when the baby is 6 weeks old. 6 ആഴ്ച ഉള്ളപ്പോഴാണ് ആദ്യത്തെ ഷോട്ട് കൊടുക്കുന്നത്. ഫോളോഡ് ബൈ എ സെക്കൻഡ് അറ്റ് 10th week. 10th week ആകുമ്പോൾ സെക്കൻഡ് ഡോസ് കൊടുക്കും. Then a third at 14th week. 14th weekല് തേർഡ് കൊടുക്കും. And at 18 months കൊടുക്കാറുണ്ട്. ആൻഡ് അഗെയിൻ റിപ്പീറ്റ് കൊടുക്കുന്നത് എപ്പോഴാണ് 4.5 yearsലാണ് കൊടുക്കാറ്. 4.5 years എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ 5 to 6 years കൊടുക്കുന്ന DPT ബൂസ്റ്റർ ഡോസിനെയാണ് അവർ ഈ പറഞ്ഞ 4.5 years എന്ന് ഉദ്ദേശിക്കുന്നത്. Between the age of 12 to 14 years, the child is given booster for diphtheria, tetanus, but not the pertussis. അപ്പം 12 to 14 years വരുമ്പോൾ നമ്മള് പെറ്റുസൈസ് റൂഫിംഗ് കഫിന് പിന്നെ നമ്മൾ വാക്സിൻസ് കൊടുക്കുന്നില്ല. പക്ഷെ ഡിഫ്തീരിയക്കും ടെറ്റനസിനുള്ള വാക്സിൻസ് ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കാറുണ്ട്. അത് വാക്സിന്റെ പേര് ഞാൻ പറയാം. ഞാൻ പറയുന്ന വാക്സിൻ ടെപ്റ്റ വാക്സിൻ അങ്ങനെ അത് എഴുതിയിട്ടുണ്ട് അവർ ആരെങ്കിലും? TADAP ആ ഒരു വാക്സിൻ എഴുതിയിട്ടുണ്ടോ? ആ ഒരു വാക്സിൻ അതെപ്പോഴാണ് കൊടുക്കുന്നത്? പെൻഡാ 1.5 മാസം, പെൻഡാ 2 2.5 മാസം, പെൻഡാ 3 3.5 മാസം. അത്രേ ഉള്ളൂ. പിന്നെ പെൻഡയില്ല. അപ്പോ സെയിം ഡോസറാണ്, സെയിം വാക്സിൻസ് ആണ്, സെയിം അസുഖത്തിനുള്ള വാക്സിൻസ് തന്നെയാണ് ഈ പറഞ്ഞ ടെപ്റ്റയിൽ ടെൻഡ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയും വീക്സിലാണ് കൊടുക്കുന്നത്. 12 to 14 ഇയേഴ്സിനുള്ള ഒരു ബൂസ്റ്റർ ഡോസ് കൂടി കൊടുക്കാറുണ്ട്. ഡിഫ്തീരിയയുടെ ടെറ്റനസിന്റെയും ബൂസ്റ്റർ ഡോസ് കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഓരോ അസുഖത്തിനെ കുറിച്ചാണ്. ഡിഫ്തീരിയ എന്ന് പറയുന്നത് എന്തസുഖാണ്? കില്ലർ ഡിസീസ് എന്ന് പറയും. ആകെ നമുക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സേഫ് ആയിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ പ്രോപ്പർ ആയിട്ട് എടുക്കുക. ഇന്നും വാക്സിനേഷൻസ് പ്രോപ്പർ ആയിട്ട് എടുക്കാത്ത ഒരുപാട് ഫാമിലീസ് ഉണ്ടെന്ന് ഞാൻ ക്ലാസ് എടുത്തതിന് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നും നമ്മളുടെയൊക്കെ നാട്ടിലേക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഞങ്ങൾക്ക് വാക്സിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വാക്സിൻസ് ഒന്നും എടുക്കാത്ത ഫാമിലീസ് ഉണ്ട്. ഒരു കൂട്ടം ഫാമിലീസ്. ഞാനപ്പോ ഞങ്ങളുടെ മിസ്സിനോട് സംസാരിച്ചിട്ടില്ല വാക്സിൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. അപ്പൊ മിസ് പറഞ്ഞു ഞാൻ ആ വാക്സിൻ എടുത്തിട്ടില്ല, ഞാൻ എന്റെ ഫാമിലിയിൽ ആരും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെടുക്കാൻ ഞാൻ പാപ്പിച്ച് ആളുടെ അച്ഛൻ പറഞ്ഞു അതെടുക്കണ്ട എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ആൾക്കാർ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും അറിയുന്നു വാക്സിൻസ് എടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു കുട്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാണ്, നമ്മുടെ ക്ലാസ്സിലേക്ക് വരാണെങ്കിൽ എന്തൊക്കെ വാക്സിൻസ് എടുത്തു, ഏതെല്ലാം വാക്സിൻസിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തു എന്ന് നമ്മൾ കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട
മനസ്സിലാക്കണം. ഏത് വാക്സിൻ ആണ് മിസ്സാക്കിയിട്ടുള്ളത്, വാക്സിൻ എടുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അവരോട് വ്യക്തമായിട്ട് ചോദിക്കാനും, ഇത് വാക്സിൻസ് ഒക്കെ എടുത്തോന്ന് നമ്മൾ ആപ്ലിക്കേഷൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓരോ കുട്ടിയും വാക്സിൻസ് എടുത്തു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ വാക്സിൻസ് എടുത്തില്ലെങ്കിൽ ഈ അസുഖം ആ കുട്ടിക്ക് വരാം. ആ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള മറ്റു കുട്ടികൾക്കും അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടീനെ നോക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെയും ലൈഫ് റിസ്കിൽ വെക്കാനായിട്ട് നമ്മൾ തയ്യാറാവില്ല. അതുകൊണ്ടാണ് വാക്സിൻസ് പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്തൊരു അസുഖമാണ്, ഞാൻ ജസ്റ്റ് ഒരു പേര് പറയാം, പിള്ളവാതം എന്ന് പറയും. ഇംഗ്ലീഷിൽ എന്ത് പറയും? പോളിയോമൈലിറ്റിസ്. പോളിയോ. പോളിയോ. പോളിയോനും നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ് അല്ലെ? നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഷോർട്ട് ഫോം ആയോണ്ട് അറിയാം. OPV, ഓറൽ പോളിയോ വാക്സിൻ. IPV, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ആയിരിക്കും. IPV ആൻഡ് OPV എന്നാണ്. അത് നിങ്ങളോട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ഉണ്ട് ഇതിനകത്തുണ്ട്. IPV 1, IPV 2, IPV 3. ഉടനെ അത് കഴിഞ്ഞിട്ട് 1.5 മാസം, 2.5 മാസം, 3.5 മാസം. ഏതൊക്കെയാണ് വാക്സിൻസ് ആൻഡ് ഫുൾ ഫോം അത് നിങ്ങളൊന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. ഫുൾ ഫോം ഓഫ് IPV, അപ്പൊ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ, OPV, ഓറൽ പോളിയോ വാക്സിൻ, അതൊക്കെ കിട്ടും നമ്മൾ ആ ഒരു ഓർഡറിൽ. ഞാൻ ഇന്ന് നിങ്ങൾക്കൊന്നും ഓരോരുത്തരെ കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിക്കില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വെനസ്ഡേ ഞാൻ പ്രസന്റ് ചെയ്യിപ്പിക്കും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് ഈ വാക്സിൻസിന്റെ ഫുൾ നെയിം നമുക്കറിയാം. ടെറ്റ, PPT, അത് നമുക്കറിയാം. ടെറ്റ വാക്സിൻ ആണ്. ഡിഫ്തീരിയ അത് നിങ്ങൾക്ക് അറിയണം. ഡിഫ്തീരിയ, ടെറ്റൈസ് ആൻഡ് ടെറ്റനസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാക്സിൻ ആണ് ടെറ്റ വാക്സിൻ അല്ല PPT വാക്സിൻ. ഡോസ് എന്ന് പറയുന്നത് അത് ഇത്ര നാൾ ഇന്ന ടൈമിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. വ്യക്തമായിട്ട് നമ്മൾ പറയണം കേട്ടോ. അങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പൊ IPV അപ്പൊ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ആണ്. പോളിയോനെതിരെ കൊടുക്കുന്ന വാക്സിൻ ആണ്. ഓറൽ പോളിയോ വാക്സിൻ അത് തുള്ളിമരുന്നാണ്. റോട്ടോ 1 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനുള്ള വാക്സിൻ? ഏതാണ് റോട്ട? അത് 1.5 മാസത്തിലുണ്ട്. അത് ബേർത്ത് ചെയ്യും 6 വീക്സിലും 10 വീക്സിലും 14 വീക്സിലും ഉണ്ട്. ഏതാണ് പേര് പറഞ്ഞേ? റോട്ട വൈറസിനെതിരായിട്ടുള്ളത്, വയറിളക്കം പോലുള്ള അസുഖം. പുതിയ ബുക്കിലല്ലേ അത് കണ്ടത് നിങ്ങള്? അതെ, പുതിയ ബുക്കില. റുബല്ല എന്ന് പറയുന്ന അസുഖമില്ലേ? MMR അത് 9 മാസത്തിലാണ് റുബല്ലയുടെ. MMR 1.25 MMR റുബല്ല വരണ. MR-ലും ഉണ്ട് 9 മാസത്തില്. പുതിയതാണ് അല്ലെ? റോട്ട പുതിയതാ. റുബല്ല അത് പുതിയതാണ്. പിന്നെ ഒരു വാക്സിൻ കൂടി വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ ലിസ്റ്റിൽ നോക്കാനാണ്. കാരണം ന്യൂമോണിയക്കെതിരെ പുതിയൊരു വാക്സിൻ PCV 1.5 മാസത്തിലും 3.5 മാസത്തിലും PCV ന്യൂമോകോക്കലിന്റെ. അത് ന്യൂമോണിയക്കെതിരാണ് അല്ലെ? അപ്പോ അത് ഏത് വാക്സിൻ എന്ത് അസുഖത്തിനെതിരെ ആണെന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കും. സെറ്റായിട്ട് വന്നോളാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, എന്നോട് സംശയം ചോദിക്കാണ്. ഞാൻ വിചാരിച്ചു കീർത്തിയാണെന്ന്. കീർത്തിയില്ലെന്ന് സാധാരണ മീനിങ് അയക്കുന്ന ആളാ കീർത്തിയല്ലേ? കീർത്തിയാണ് എപ്പോഴും ഗൂഗിളിൽ നിന്ന് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാറ്. അതെ, ഞാൻ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോളിയോ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് ഞാൻ എടുത്താണ്. അതുകൊണ്ട് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ റെഡി ആയിട്ടേക്കാണ്. പോളിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫക്റ്റ് എങ്ങനെയായിരിക്കും? കാലിന്റെ താഴെ ഇത് പെട്ടെന്ന് ശക്തി കുറഞ്ഞ കണക്ക്, മസിൽസ് ഒക്കെ ശക്തി കുറഞ്ഞ കണക്ക്, എണീറ്റ് നിന്ന് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാവും. വേറെ ഓട്ടിസം. ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണോ? ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. പോളിയോക്ക് ട്രീറ്റ്മെന്റ് ഇല്ല. അവൈലബിൾ അല്ല.
മെഡിസിൻസോ? അല്ല, അവൈലബിൾ അല്ല. മെഡിസിൻസും ഇല്ല. നമുക്ക് ആകെയുള്ള ട്രീറ്റ്മെന്റ് എന്ത് മാത്രമാണ്? ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി. നോട്ട് നോട്ടില്ല മിസ്. ഞാന് നോട്ട് എഴുതാൻ തുടങ്ങിയിട്ട് കുറച്ച്, അതായത് ഞാൻ ഓരോരോ മിസ്സിന്റെ നോട്ട് ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച മുതൽ, അതായത് അശ്വതി മിസ്സിന്റെ നോട്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞേ ഓരോരുത്തരുടെ നോട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. മിസ്സിന്റെ നോട്ട് ഞാൻ മിനിഞ്ഞാന്ന് കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഓരോ ലെസനും പഠിച്ചിട്ടാ നോട്ട് എഴുതണേ. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു, കാരണം ഞാൻ പറഞ്ഞ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പോളിയോന് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. നമ്മൾ പോളിയോ ബാധിച്ച ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പോളിയോ ഡിസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പോളിയോന് എന്ത് അവൈലബിൾ അല്ല? ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല, അല്ലെ? നമുക്ക് അത് വരാതിരിക്കാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് മെയിൻ ആയിട്ട് പോളിയോ ബാധിച്ചു കഴിഞ്ഞാൽ വൈകല്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചാലും കേരളത്തിൽ എനിക്ക് ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ പോളിയോ എടുത്താലും കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവാറില്ലേ? പക്ഷെ ഒരു സംഭവമുണ്ട് മോളെ, അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് പോളിയോ വൈറസ് മൂലമാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ന്യൂമോണിയ ബാധിച്ച് അങ്ങനെ വൈകല്യങ്ങൾ സംഭവിക്കും, കേൾവി ശക്തി, അതേപോലെ മറ്റ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും പോളിയോ വൈറസ് അല്ലെങ്കിൽ വൈറസ് മൂലമാണോ അസുഖം വന്നിരുന്നത്. അങ്ങനെ അല്ല. കേരളത്തില് 2000-ത്തിന് ശേഷവും ഇന്ത്യയിൽ 2011-ന് ശേഷം ഇതുവരെ ഒരു പോളിയോ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ 2011-ന് ശേഷം ഒരു പോളിയോ കേസ് പോലും എന്ത് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 2014 മാർച്ചില് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ? ലോകാരോഗ്യ സംഘടന. നമ്മൾ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊറോണ എന്തായിട്ട് ഡിസീസ് ആയിട്ട് പ്രഖ്യാപിച്ചു. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ എന്താണ് പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു 2014 മാർച്ചില്. ഇന്ത്യയില 2000-ന് ശേഷം കേരളത്തിൽ ഇതുവരെ ഒരു പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2000 കഴിഞ്ഞിട്ട് 24 വർഷമായി, 2025 വർഷമായി, ഇതുവരെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോളിയോ വൈറസ് മൂലമാണ് ആ ഒരു പ്രശ്നം വന്നത്, ആ ഒരു വൈകല്യം വന്നതെന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോ മറ്റു പ്രശ്നങ്ങൾ, ഇപ്പൊ ന്യൂമോണിയ ബാധിച്ച് ഇതേപോലത്തെ ഈ എഫക്റ്റുകൾ, സൈഡ് എഫക്റ്റുകൾ വരുന്നുണ്ട്. എൻഡോസൾഫാൻ ദുരന്തം മൂലം ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ എൻഡോസൾഫാൻ ഒക്കെ വന്ന സമയത്ത് അവരെല്ലാവരും പോളിയോ മൂലമാണോ ഈ പ്രശ്നങ്ങൾ വന്നതെന്നൊക്കെ ടെസ്റ്റ് നടത്തി. അല്ലാതെ വേറെ സൈഡ് എഫക്റ്റ് ആണെന്ന് അവർ കണ്ടെത്തിയ റിസർച്ചേഴ്സ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോകാരോഗ്യ സംഘടന എന്താണ്, നമ്മള് WHO എന്ത് ചെയ്തു, 2014 മാർച്ചില് നമ്മള് പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ നമുക്ക് പറയാം പോളിയോ ഒന്നും ഇല്ലല്ലോ ഇവിടെ, പിന്നെ എന്തിനാണ് നമ്മൾ പോളിയോ വാക്സിൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നത്, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻസ് കൊടുക്കുന്നത്, OPV MIPV ഇതെല്ലാം കൊടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, അതേപോലത്തെ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും ഈ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗങ്ങൾ അവിടെയൊന്നും ഇന്ത്യയിൽ നടപ്പിലാക്കിയ പോലെ ഈ എന്താണ് പോളിയോക്കെതിരെ വാക്സിൻസ് നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഗവൺമെന്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അസുഖം ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ തുടച്ചു നീക്കാനായിട്ട് പറ്റിയത്. ഇന്ത്യൻ ഗവൺമെന്റിന് പറ്റിയൊരു ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഇത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മരുന്ന് ഇപ്പോഴും എടുക്കുന്നത്. ഇപ്പോഴും പല രാജ്യങ്ങളും, നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ഞാൻ ആ രാജ്യങ്ങൾ എടുത്ത് പറയുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇപ്പോഴും ഈ പോളിയോ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രോഗസാധ്യത ഒഴിവാക്കാനായിട്ട് കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കാന്ന് മാത്രമേ നമുക്ക് ഇതുള്ളൂ, നമുക്ക് ആകെയുള്ളൊരു മാർഗമുള്ളൂ. കിരൺ വന്നിട്ടുണ്ട് കേട്ടോ, ആള് സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത് നമുക്ക് പോളിയോ വരാതിരിക്കാൻ നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക്, കുഞ്ഞുമക്കൾക്കൊക്കെ പോളിയോ കൊടുക്കേണ്ട ദിവസം മറക്കരുത്. അത് അത്ര ഇമ്പോർട്ടൻസോട് കൂടി ആ കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്നത്. പോളിയോ കൊടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏത് വാക്സിൻ കൊടുക്കുമ്പോഴായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അമ്മമാർക്ക് അത് അറിയാൻ പറ്റണമെന്നില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അമ്മമാരായിരിക്കും ആ സമയത്ത് മക്കൾക്ക് പനിയുള്ളപ്പോ, പനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഒരു വാക്സിൻസ് കൊടുക്കരുത്. ഒരു ആരോഗ്യവാനായിരിക്കുമ്പോൾ മാത്രമേ വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ വാക്സിൻസ് എടുക്കാൻ പാടില്ല. അതൊക്കെ അറിയാലോ, ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ വാക്സിൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന്.
അതെ മിസ്, അറിയാം. ഇവിടെ സ്കൂളിൽ നിന്ന് നമ്മൾക്ക് ഇൻഫർമേഷൻ വരും. വാക്സിൻ കൊടുക്കേണ്ട ടൈമില് ആന്റിബയോട്ടിക്സ് എടുത്തിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിച്ചു വരും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആന്റിബയോട്ടിക് എടുക്കുകയാണെങ്കിൽ ആന്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വാക്സിൻസ് കൊടുക്കാൻ പാടില്ല. അത് സൈഡ് എഫക്ട് കാണിക്കാറുണ്ട്. ഇപ്പൊ മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പോളിയോ വൈറസ് പോളിയോ വാക്സിൻ എടുത്ത സമയത്ത് നമുക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതൊരു സിനിമയിൽ അതൊന്നും കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. മറ്റൊരു ഫിലിമില് ആ കുട്ടിക്ക് ചെറുപ്പത്തിലേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോളിയോ വാക്സിൻ എടുത്തതിന് ശേഷമാണ് ആ പ്രശ്നം സംഭവിച്ചത് എന്നുള്ള രീതിയിൽ. അപ്പോ കാലിനൊരു വശം മുടന്ന പോലെ വന്നതായിട്ട് നമ്മുടെ റൈറ്റേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ സംഭവിച്ചായിരുന്നു. രണ്ടുപേർക്ക് പോളിയോ വാക്സിൻ എടുത്ത ശേഷം കാല് തളർന്നു പോയി. 2 കുട്ടികൾക്ക് ഇതുപോലെ വന്നു. എവിടെയാണ്? ഞങ്ങളുടെ വൈക്കത്തുള്ളതാണ്. അവര് വലിയ കുട്ടികളാണ്, ജോലിയൊക്കെ ഉള്ള വലിയവരാണ്. അപ്പൊ അവർക്ക് 2 പേർക്കും ഒരേ ഡേറ്റിലാണ് എടുത്തത്. 2 പേർക്കും കാല് തളർന്നു, ചെറിയ മുടന്ത് പോലെ പോയി പോളിയോ വാക്സിൻ എടുത്ത ശേഷം. വലിയ ആൾക്കാർ, ഇപ്പൊ ബാങ്കിൽ ജോലിയൊക്കെയാണ് പുള്ളിക്കാരന്. അത് അന്ന് എടുത്തതിന് ശേഷം പുള്ളിക്കും പുള്ളിയുടെ ഒരു കസിനും 2 പേരുടെയും കാല്, ഒന്ന് പെൺകുട്ടിയാണ്, അതിന്റെയും കാലിന് ചെറിയ മുടന്തായി, ഈ പുള്ളിക്കാരന്റെയും കാല് മുടന്തായി പോയി. അത് ചിലപ്പോ സൈഡ് എഫക്ട് മൂലം, എന്താ വെച്ചാൽ സൈഡ് എഫക്ട് എന്നല്ല പറയുന്നത്, അവർക്ക് വല്ല പനിയോ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളോ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആന്റിബയോട്ടിക്, ഇതേപോലത്തെ ആന്റിബയോട്ടിക് അന്നത്തെ ആൾക്കാർക്ക് അത്രയും ഇതുണ്ടായിരുന്നില്ല. നമ്മള് ആർക്കാണ്, ഇപ്പൊ നേഴ്സുമാർക്കായാലും അല്ലെങ്കിൽ കൊടുക്കുന്ന ആൾക്കാർക്കായാലും പനിയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആന്റിബയോട്ടിക് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, സൈഡ് എഫക്ട് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് ആകെ ഒരു ഇതുള്ളത് ചിലപ്പോ ഒരു 100 കേസിലല്ലേ 100%, 99% ആൾക്കാർക്ക് വേറെ സൈഡ് എഫക്ട് ഒന്നും വരുന്നില്ല എന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള 1% നമുക്ക് പറയാനായിട്ട് പറ്റില്ല. 99% നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോ ഇത് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? പോളിയോ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് പോളിയോ വൈറസിന് മൂലമാണോ യെസ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്തോ? ഇല്ല, അവർ തന്നെ ഡീറ്റെയിൽസിന് അതിന് പുറകെയൊന്നും പോയില്ല. പക്ഷെ അതിന് ശേഷമാണ് ഇങ്ങനെ പറ്റിയെന്ന് എപ്പോഴും പറയാറുണ്ട്. അത് ചിലപ്പോ അവരുടെ തെറ്റിദ്ധാരണയായിരിക്കും കേട്ടോ. അല്ല, അങ്ങനെ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ആ ഡോസിന്റെ 2 പേർക്കും വന്നതുകൊണ്ടാണ്, അവരുടെ കൂട്ടത്തിലുള്ള കസിനും അവർ 2 പേരും ഒരുമിച്ച് പോയി എടുത്തു. അവർക്ക് 2 പേർക്കും വന്നതുകൊണ്ടാണ് അവർക്ക് അത്രയും ഡൗട്ടായി പോയത്. ചിലപ്പോ ആ സമയത്ത് അതെന്താന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മള് വാക്സിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നോക്കാം. കുട്ടിക്ക് പനിയോ മറ്റേ ആന്റിബയോട്ടിക് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻഫോം ചെയ്യാം. നമ്മൾ നേരെ വിളിച്ച് പറയാം, വാക്സിൻസ് എടുക്കുന്ന സമയത്ത് ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വാക്സിൻ എടുക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ടാന്നേ പറയുള്ളൂ. അതേപോലെ മെഡിസിൻസോ ഫീവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ പോളിയോ വാക്സിൻ ടെസ്റ്റ് ചെയ്തോ, ഫീവർ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മളോട്. ഉണ്ടെങ്കിൽ അത് എടുക്കേണ്ടെന്ന് തന്നെ അവർ പ്രിഫർ ചെയ്യാറ്. ഓക്കെ, പോളിയോ എന്ന് പറയുന്ന അസുഖത്തിനെതിരെയാണ് നമ്മൾ ഈ പറഞ്ഞ വാക്സിൻസ് എടുക്കുന്നത്. ഹെൽത്ത് സെന്ററിലൊക്കെ പോയാൽ ഓൾറെഡി ഒരു ഡോക്ടർ ഉണ്ടാവും, കുട്ടികളെ ചെക്ക് ചെയ്തിട്ടേ വെക്കുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ എല്ലാ ഹെൽത്ത് സെന്റേഴ്സിലും. എന്തൊക്കെയാണ് കുട്ടീനെ ടെസ്റ്റ്, എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ നോക്കാറുണ്ട്. പനി ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കും. എന്റെ മോന് ബോഡി ടെമ്പറേച്ചർ കൂടുതലാണ്. അവന് ഏകദേശം എപ്പോഴും ബോഡി ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ ടെസ്റ്റ് ഇതേപോലെ വാക്സിൻ എടുക്കാൻ പോയപ്പോ ഇതായിട്ടില്ല കേട്ടോ. 9 months വാക്സിൻ ആണോ 1.5 വയസ്സിലെ വാക്സിൻ ആണോ ലാസ്റ്റ് അതെടുക്കാൻ പോയപ്പോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ പനി ചൂട് തൊട്ട് നോക്കിയപ്പോ സിസ്റ്ററിനെ വാക്സിൻ എടുക്കാൻ പോയപ്പോ സിസ്റ്ററിന് ചൂട് തോന്നി. കൈക്കൊക്കെ നമുക്ക് ഭയങ്കര ചൂടാണ്. അപ്പൊ പിന്നെ അത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ടാണ് വാക്സിൻ അവർ എടുത്തത്. കാരണം ടെമ്പറേച്ചർ നോർമലാണ്, അവരുടെ ബോഡി ടെമ്പറേച്ചർ ആണത്. അതെപ്പോഴും അങ്ങനെയാണ്, രാവിലെയും എപ്പോഴും ചൂടായിരിക്കും നമുക്ക്. അപ്പോ സിസ്റ്ററിന് പേടി വാക്സിൻ എടുത്ത സൈഡ് എഫക്ട് വരുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ നേരെ ഡോക്ടറെ അടുത്ത് പോയി ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ നോർമലാണ്, കുഴപ്പമില്ല. അവൻ ജനിച്ചപ്പോ മുതൽ ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാണ്, എന്നെ പോലെയാണ്. എന്റെ മോൾക്കും അത് ബോഡി ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ പീഡിയാട്രിഷ്യൻ പറഞ്ഞു തൈറോയിഡും വൈറ്റമിൻ ഡിയും ചെക്ക് ചെയ്യാനായിട്ട്. കൊച്ചുങ്ങൾക്ക് എപ്പോഴും ബോഡി ടെമ്പറേച്ചർ കൂടുതൽ, ഉള്ളിൽ ഉഷ്ണം തോന്നുന്നൊക്കെ ഉണ്ടെങ്കിൽ തൈറോയിഡോ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയോ ഉണ്ടാവുന്നു. എന്നിട്ട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, തൈറോയിഡ് നോർമൽ ആയിരുന്നു. ഓക്കെ, എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം അവനെ എന്നെ പോലെയാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്. എനിക്ക് ഭയങ്കര ചൂടാണ്, പക്ഷെ എനിക്ക് തൈറോയിഡ് ഉണ്ട്. സോ അത് എനിക്കൊന്ന് പീഡിയാട്രിഷ്യൻ ഒന്ന് കാണിക്കണം. കാരണം ആൾക്ക് എപ്പോഴും ബോഡി ടെമ്പറേച്ചർ കൂടുതലാണ്, എല്ലാ സമയത്തും അതിന് ചൂടായിരിക്കും ബോഡി. അതൊന്ന് ഞാൻ ചെക്ക് ചെയ്യാം. തൈറോയിഡ്. പിന്നെ ആൺകുട്ടിയോ പെൺകുട്ടിയോ? മോള് ക്കാണ് ചെക്ക് ചെയ്തത്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു പ്രായം വരെ അവർക്ക് ചെറിയ പ്രായത്തിലേ വരാന്ന് തൈറോയിഡ്.
അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളിൽ അധികം കണ്ടുവരുന്നുണ്ട് ചെറിയ പ്രായത്തിലെ തൈറോയിഡ്. അതുകൊണ്ടാണ് തൈറോയിഡ് T3 T4 ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. വൈറ്റമിൻ ഡിയും D3 ഒക്കെ സെപ്പറേറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ മോൾക്ക് വൈറ്റമിൻ ഡിയും D3യുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വന്നത്. തൈറോയിഡ് ആയിട്ടാണ് കൂടുതൽ ഉണ്ടാവാറെന്ന് പറഞ്ഞു ബോഡി ടെമ്പറേച്ചർ. അത് എനിക്ക് ബോഡി ടെമ്പറേച്ചർ കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ടെമ്പറേച്ചറിനെ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടർ ആയിരിക്കും പറയും ഭയങ്കര ടെമ്പറേച്ചറാണ്, ഭയങ്കര ചൂടാണ്. ബോഡി എപ്പോഴും ഭയങ്കര ചൂട്. രാത്രി പുറത്തൊക്കെ നല്ല മഴയാണെങ്കിലും ഞാൻ നടക്കില്ല, ഭയങ്കര ചൂടാ. എനിക്ക് TSH കൂടുതലാ. ഹൈപ്പോ തൈറോയിഡ് എന്ന് പറയും എന്റെ അവസ്ഥയാണ്. അത് ഹൈപ്പോ തൈറോയിഡ് പറഞ്ഞാല് തോട്ടിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എനിക്കൊരു ഗ്ലാൻഡ് ഇവിടെ ബട്ടർഫ്ലൈ പോലത്തെ ഒരു ഗ്ലാൻഡ്, അത്രയും ക്ലിയർ ആണോ എന്നൊക്കെ അറിഞ്ഞൂടെ, ആ ഗ്ലാൻഡ് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. മിസ്സേ എനിക്ക് കുറച്ച് ഹൈ ടെമ്പറേച്ചർ, അതായത് ബോഡി ടെമ്പറേച്ചർ കൂടുതലുള്ള ആളാണ്. എനിക്ക് വെയിലും അധികം പറ്റില്ല, തണുപ്പും അധികം പറ്റില്ല. തണുപ്പ് കുറച്ചടിച്ചാൽ മതി, എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നും. അതായത് അപ്പൊ തന്നെ ഷിവറിങ് പോലെ തോന്നുക, പിന്നെ പെട്ടെന്ന് തന്നെ വയ്യാണ്ടാവും. തൈറോയിഡ് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. TSH T3 T4 അതൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്തു, പക്ഷെ പ്രോബ്ലം ഒന്നും ഇല്ല. ഇപ്പൊ ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം, കാരണം എന്റെ കഴുത്തിന്റെ ഇവിടെ ഒന്ന് വീങ്ങി വരികയാണ്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. കാരണം ഇപ്പൊ മോൻ പറഞ്ഞ പോലെ ഷിവറിങ്ങിന്റെ പ്രശ്നമില്ലേ, എനിക്കത് വരാറുണ്ട്. രാത്രി ഭയങ്കരമായിട്ട് ഷിവറിങ്ങിന്റെ പ്രശ്നം തൈറോയിഡ് ഉള്ളതുകൊണ്ടായിരിക്കണം, ഭയങ്കര ഷിവറിങ് ആണ്. പക്ഷെ വീട്ടിലെല്ലാവർക്കും നോർമലാണ് ആ സമയത്ത്. ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ നോർമലാണ്. പക്ഷെ ഞങ്ങളത് വരക്കില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അത് ഭയങ്കരമായിട്ട് ഷിവറിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു മുമ്പുണ്ടാവും. പക്ഷെ ഇപ്പൊ തൈറോയിഡ് നോർമലാണ്. മെഡിസിൻസ് ഒക്കെ എടുക്കുന്നത് അത്യാവശ്യം നോർമലാണ്. ഇപ്പൊ തൈറോയിഡ് നോർമലാണ്. സോ ഈ പ്രശ്നം അഫക്ട് ചെയ്യുന്നില്ല. പിന്നെ തൈറോയിഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് തോട്ടിൽ പ്രശ്നം അറിയാം. പിന്നെ കുറച്ച് ഫുഡ്, നമ്മുടെ ഡയറ്റിലൊക്കെ കുറച്ച് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡ് മെഡിസിൻ കഴിക്കണം. ഞാനൊരു 13 years മുതൽ മെഡിസിൻ കഴിക്കുന്നതാണ്. 10 വർഷത്തിൽ കൂടുതലായി. ഇപ്പൊ 13 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. 13-14 വർഷത്തിൽ കൂടുതലാവണം ഞാൻ കഴിച്ചു തുടങ്ങിയിട്ട്, മെഡിസിൻസ് കഴിച്ചു തുടങ്ങിയിട്ട്. TSH ആണ്, TSH എനിക്ക് കുറവാണ്. TSH കൂടുതലാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡ് കൂടുതലാണെന്ന് പറയും. എനിക്ക് തൈറോയിഡ് കുറവാണ്. എന്റെ ബോഡിയിലെ ഉപ്പിന്റെ അംശം അല്ലെങ്കിൽ സോഡിയം അല്ലെങ്കിൽ അയഡിൻ കുറവാണ്. സോ അങ്ങനെയാണ് എനിക്ക് തൈറോയിഡ് വന്നത്. ഫാമിലിയിൽ ആരും ഉപ്പ് അധികം കഴിക്കില്ല. അച്ഛന് പ്രഷറായിരുന്നു. അച്ഛൻ ഫുഡിലൊന്നും അധികം ഉപ്പ് ഇടില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് വന്നേന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. വേറെ പാരമ്പര്യമായിട്ടൊന്നും ആർക്കും ഇല്ല. ഞാൻ ദിവ്യ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു. കാരണം ചിലപ്പോ എന്റെ മോന് തൈറോയിഡ് ആകാം. കാരണം അവനും എന്നെ പോലെ തന്നെയാണ്. ഇതേപോലെ ഭയങ്കര ചൂടായിരിക്കും, എപ്പോഴായാലും ഭയങ്കര ചൂടായിരിക്കും. അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ആയിരിക്കും. ചെറിയ ആളാണല്ലോ. വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കൊടുക്കാറുണ്ടായിരുന്നു. 1 years വരെ എന്തായാലും കമ്പൽസറി ആയിട്ട് എല്ലാ കുട്ടികൾക്കും വൈറ്റമിന്റെ ഡ്രോപ്സ് കൊടുക്കൂലേ, നിങ്ങൾക്ക് അറിയാലത്? വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കും. അത് പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ പീഡിയാട്രീഷ്യൻ പ്രിഫർ ചെയ്യാറുള്ളൂ വൈറ്റമിൻ ഡ്രോപ്സ്. ഇല്ലെങ്കിൽ നമുക്കത് പ്രിഫർ ചെയ്യാറില്ല. നമ്മളത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. എന്റെ മോന് കൊടുത്തിരുന്നതാണ്, ഞാൻ ചെക്ക് ചെയ്യണം അത്. ഞാനിപ്പോ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി എനിക്കാണ് ഒന്നിലെ തൈറോയിഡ് ആയിരിക്കും, കാരണം പാരമ്പര്യമായിട്ട് വരാമല്ലോ. അല്ലെങ്കിൽ ഇതായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലായി. 2 വാക്സിൻസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് വാക്സിൻസ്? OPV1 DPT, IPO, OPO, DPT. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോ തന്നെ പ്രിപ്പയർ ചെയ്ത് വരണം. ഇപ്പൊ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഇന്ന അസുഖത്തിനുള്ളതാണ്, ഇന്ന വയസ്സിലാണ് ഇത് കൊടുക്കുന്നത്, ഇന്ന വാക്സിൻസ് ആണ് കൊടുക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വേണം. അതേപോലെ തന്നെ ഫ്രെയിമുകൾ, ഓർഡറിൽ ഫ്രെയിമുകൾ പ്രിപ്പയർ ചെയ്തോട്ടോ. പ്ലീസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇനി വേണം. പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കത് റീയൂസ് ചെയ്യേണ്ട അതാണ്. കാർബോർഡ് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ? സോ വുഡനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഫ്രെയിമുകൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടത് നല്ലതാണ്. നമ്മൾ ഒരു പ്രാവശ്യം എഫേർട്ട് എടുക്കുന്നുള്ളൂ, നമുക്ക് ഭാവിയിലേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒറ്റ പ്രാവശ്യം നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ ഒരു ഫ്രെയിം കൊണ്ട് തന്നെ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. ഒരു ഫ്രെയിം വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്ലാസ് ഫ്രെയിം ചെയ്യില്ലേ? ഞാനൊക്കെ ഗ്ലാസ് പെയിന്റ് ചെയ്യുമ്പോൾ ഗ്ലാസ് ഫ്രെയിം ചെയ്യുന്നതിന് നമുക്ക് കോർണർ കിട്ടുമല്ലോ.
ആ ഒരു ഫ്രെയിം ഒരൊറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അതിന്റെ സൈസിനനുസരിച്ചിട്ട് സിബ് ഉള്ളതും ബട്ടൺസിന്റെ ഒക്കെ ക്ലോത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കോർത്തിട്ടിട്ട് ആ ഒറ്റ ഫ്രെയിം കൊണ്ട് തന്നെ എല്ലാം പ്രസന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് കിട്ടും ഇവിടെ, അത്യാവശ്യം A4 ഫോട്ടോ ഫ്രെയിംസ് കിട്ടും. അത് ഈ നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഫോട്ടോ ഫ്രെയിംസ് വാങ്ങിക്കുകയാണെങ്കിൽ ആ ചില്ല് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലോത്ത് വെച്ചിട്ട് ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായി മിസ്സേ. അത് വെച്ചാലും എനിക്കത് പ്രിഫറബിൾ ആയിട്ട് എനിക്ക് തോന്നി. എന്റെ കയ്യിൽ അങ്ങനത്തെ ഒരു ഫ്രെയിം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടാ. ഞാൻ ഇതേപോലെ ഒരു പ്രാവശ്യം ഫ്രെയിം പ്രിപ്പയർ ചെയ്തപ്പോ ജസ്റ്റ് ഒരു കുട്ടി MDയിൽ ഒരു കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇതേപോലെ ഫ്രെയിം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് അത് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഫോട്ടോ ഫ്രെയിം ആണ്. അപ്പൊ സോ അതെനിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അതിൽ അത്യാവശ്യം ക്ലിപ്പുകളൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ച് കാണിക്കാനായിട്ട് പറ്റും. ഇതിൽ തന്നെ വെച്ചിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. കുഴപ്പമില്ലാത്തൊരു ഫ്രെയിം ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാം. സൈൻ ഔട്ട് അമൃതല്ലേ പറയുന്നേ? അതെ മിസ്സേ. പറഞ്ഞോട്ടാ. Hi, today Miss teaches about the vaccinations that taken by newborns and mother, and also discussed about the drawbacks of skipping vaccines on future life of that child, and also discussed about the diseases caused by without taking vaccines, and also clear all the doubts of us. Thank you, Miss. Thank you. Okay, thank you all. Thank you, Miss. Thank you.